സോ നിങ്ങൾക്ക് 2025 ഒരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് മാറാനായിട്ട് പറ്റണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് മുതൽ നിങ്ങളെ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്നുള്ളത് മുതൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് മാറാനായിട്ട് പറ്റും, ഒരു ഹൈലി പെയ്ഡ് ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് മാറാനായിട്ട് പറ്റും, ഒരു അടിപൊളി ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് മാറാൻ എങ്ങനെ പറ്റും എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ആണ് ഈ വീഡിയോയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് ഞാൻ 5 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്താണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു നെവർ എൻഡിങ് കരിയർ ആണ്, നെവർ എൻഡിങ് ഓപ്പർച്യൂണിറ്റി ആണ്. ബിസിനസ്സുകൾ ഉള്ളിടത്തോളം മാർക്കറ്റിംഗ് എന്നുള്ള സംഭവമുണ്ട്. ശരിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറ്റി വെച്ച് മുമ്പ് ആളുകൾ എങ്ങനെയായിരുന്നു മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുന്നിടമൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ന്യൂസ് പേപ്പറുകളൊക്കെ ആളുകൾ കൂടുതലായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. സോ ന്യൂസ് പേപ്പർ ത്രൂ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. അല്ലെങ്കിൽ ആളുകൾ ടി വി കൂടുതൽ കാണാറുണ്ടായിരുന്നു, ടി വി ത്രൂ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. റേഡിയോ മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെയുള്ള ഒരുപാട് മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾ ഈ കൂടിയിരുന്ന സ്ഥലങ്ങൾ മാറി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇന്റർനെറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സെപ്പറേറ്റ് ഡൊമെയിൻ തന്നെ വന്നു. സോ മറ്റുള്ളതിന് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നും ഇതിനൊക്കെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ത്രൂ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ആഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടാണ്. വാട്സാപ്പിൽ നിങ്ങൾക്ക് പ്രൊമോഷണൽ മെസ്സേജ് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പാർട്ടാണ്. നിങ്ങളൊരു വെബ്സൈറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ വെബ്സൈറ്റ് മുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുത്തുക എന്നുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പാർട്ടാണ്. സോ ബേസിക്കലി ഒരു ഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. ആളുകൾ കൂടുന്നിടമൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് ഏറ്റവും ആളുകൾ ഉള്ളത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലാണ്. സോ അതുകൊണ്ടാണ് ഇത്രയും അധികം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഡൊമൈന് റെലവൻസി ഉള്ളത്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ത്രൂ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. സെക്കൻഡ് പാർട്ട്, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പഠിക്കാനായിട്ട് പറ്റും. സോ ഇത് ഞാനൊരു 3 മെത്തേഡ്സ് പറഞ്ഞുതരാം. ഏതാണോ നിങ്ങൾക്ക് വർക്ക് ആവും എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പർ 1, ഇന്റേൺഷിപ്പ് വഴി പഠിക്കുക എന്നുള്ളത്. അതായത് ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളെ അപ്രോച്ച് ചെയ്യുകയും ആളുടെ കൂടെ ആളുടെ വർക്കിൽ ഇൻവോൾവ് ആവാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ചോദിക്കുകയും ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ചോദിക്കുകയും ആളുടെ കൂടെ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷൻ, വിച്ച് ഇസ് അടിപൊളിയായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് നല്ല മാർക്കറ്ററെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ പരിചയത്തിൽ നല്ല മാർക്കറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആക്ച്വലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ് മെത്തേഡ്, സെൽഫ് ലേണിംഗ് ത്രൂ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോംസ്. നിങ്ങൾക്ക് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് സെർച്ച് ചെയ്ത് വീഡിയോസ് കണ്ടു പഠിക്കാം. അല്ലെങ്കിൽ യൂഡമി പോലുള്ള പ്ലാറ്റ്ഫോംസ് നിന്ന് കോഴ്സസ് പർച്ചേസ് കൊണ്ട് നിങ്ങൾക്ക് കോഴ്സസ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെയുള്ള ഇന്റർനെറ്റ് റിസോഴ്സസ് ത്രൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ. എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ ഇത് അത്ര റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബിക്കോസ് അവിടെ നമ്മൾ വീഡിയോസ് കണ്ട് പഠിക്കുക അല്ലെങ്കിൽ കുറച്ച് ടെക്നോളജി പഠിക്കുക, ടൂൾസ് പഠിക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറം ആ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് നമ്മളുടെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ റിയൽ ടൈം എക്സ്പീരിയൻസസ് ത്രൂ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഹൈലി റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ വർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതും നിങ്ങൾ ജസ്റ്റ് കേട്ട് പഠിക്കുക എന്നുള്ളതും മാർക്കറ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ കുറച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ദാറ്റ് ഈസ് നിങ്ങൾ സ്വിമ്മിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീന്തി തന്നെ പഠിക്കണം, എത്ര അതിനെക്കുറിച്ച് ക്ലാസ് കേട്ടിട്ടും കാര്യമല്ല. തേർഡ് ഓപ്ഷൻ, നിങ്ങൾക്ക് ഒരു അക്കാഡമി ചൂസ് ചെയ്തുകൊണ്ട് എക്സ്പേർട്സിന്റെ കൂടെ ഇരുന്നുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റും. സോ ഞാൻ ആക്ച്വലി ഡോട്ട് ഡിജിറ്റൽ അക്കാഡമിയുടെ ചീഫ് ഗ്രോത്ത് ഓഫീസറാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഡോട്ട് ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ഇൻഡസ്ട്രിയിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എക്സ്പേർട്സിന്റെ കൂടെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു അക്കാഡമി ചൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറന്റ് കേരളാസ് ലാർജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ആയിട്ടുള്ള ഡോട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇഫ് ഈ ഒരു 3ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. സോ ഏതൊക്കെ വഴിയിലൂടെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേണ്ട ഒരു രീതി കൂടിയുണ്ട്. ദാറ്റ് ഈസ് ഞാൻ പറയും ഒരു T മോഡൽ എന്നുള്ളത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരുപാട് ഡൊമൈൻസ് ഉണ്ട്. മെറ്റാ ആഡ്സ്, സോഷ്യൽ മീഡിയ ഓർഗാനിക് മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്, SEO, ഇമെയിൽ മാർക്കറ്റിംഗ്, ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഫീൽഡുകളുണ്ട്. ആക്ച്വലി ഈ ഫീൽഡുകളെല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുകയും ആൻഡ് ഒരു ഫീൽഡ്, ഒരു ഡൊമൈൻ നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള കാര്യം. ദാറ്റ് ഈസ് നിങ്ങൾ SEO
ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ SEO എക്സ്പേർട്ട് ആയിട്ട് മാറുക. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നിങ്ങൾ ഒരു അടിപൊളി ആളായിട്ട് മാറുക. സോ ഇതിൽ എല്ലാം നിങ്ങൾ എക്സ്പോഷർ കിട്ടുകയും എക്സ്പ്ലോർ ചെയ്യുകയും അതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു T മോഡൽ. ആൻഡ് ദാറ്റ് വാസ് അവർ തേർഡ് സെക്ഷൻ. ആൻഡ് ഫോർത്ത്, നിങ്ങൾ ഏത് മോഡലിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇന്റേൺഷിപ്പിന് ചോദിച്ചോ, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ത്രൂ ഉള്ള റിസോഴ്സസ് ത്രൂ പഠിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിയിൽ പോയി പഠിച്ചോ, ആസ്ക് ഫോർ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് ഏറ്റവും റെക്കമെൻഡ് ചെയ്യാനുള്ളത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടുന്നു എന്നുള്ളതിൽ നിങ്ങൾ ബോധർ ചെയ്യാതെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ പോവുക. എക്സ്പേർട്സിൻ്റെ കൂടെ ലൈവായിട്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ ആൻഡ് ഒരു എക്സ്പെർട്ടീസം ഇസ് നെക്സ്റ്റ് ലെവൽ. സോ ഇത് ഏത് കരിയർ ആണെന്നുണ്ടെങ്കിലും ആക്ച്വലി ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ആളുകളുടെ കൂടെ എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. സോ ആസ്ക് ഫോർ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. സോ നിങ്ങൾ എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് മനസ്സിലാക്കി, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കി, ഏത് രീതിയിൽ നിങ്ങൾ ആക്ച്വലി ഒരു മാർക്കറ്റർ ആകണം എന്നുള്ളത് മനസ്സിലാക്കി, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി. ആൻഡ് നമ്മുടെ ഫൈനൽ സെക്ഷൻ ദാറ്റ് ഈസ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് കോണ്ടന്റ്. ഓക്കെ, നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫീൽഡിൽ എക്സ്പെർട്ടീസും ഉണ്ടാക്കി, നിങ്ങൾ SEO എക്സ്പേർട്ടായി, SMM എക്സ്പേർട്ടായി, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് എക്സ്പേർട്ടായി, മെറ്റ ആഡ്സ് എക്സ്പേർട്ടായി, ഏതും ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും, കൂടുതൽ എക്സ്പീരിയൻസസ് നിങ്ങൾ ഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ കോണ്ടന്റും ഓരോ ഇൻഫർമേഷനാണ്. നിങ്ങളൊരു 1000 കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 1000 ഇൻഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ തലയിലുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് അടിപൊളി കോണ്ടന്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഓവറോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജേർണിയിൽ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഒരു 6 പോയിന്റ് ദാറ്റ് ഈസ് ഒരു ബോണസ് ടിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് കരിയറിലുള്ള പോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഡിജിറ്റൽ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നിങ്ങളുടെ ടീം മാനേജ്മെന്റ് സ്കിൽ, ഇങ്ങനെയുള്ള ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏത് കരിയർ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് ദ എക്സാക്ട് റോഡ് മാപ്പ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ട് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾ റൈറ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. ഓഫ് കോഴ്സ് അടിപൊളിയായിട്ടുള്ളൊരു മാർക്കറ്ററായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. ഇഫ് നിങ്ങളുടെ ആ ഒരു ലേണിംഗ് മെത്തേഡ് അക്കാഡമി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡോട്ടിൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതൊരു കറക്റ്റ് റോഡ് മാപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. മാർക്കറ്റിംഗിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.